ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് സൂ ഫ്രം സോ എന്ന കന്നഡയിൽ നിന്ന് മലയാളത്തിലേക്ക് എത്തിയ ഈ റീമേക്ക് ചിത്രത്തിനെ കുറിച്ചാണ്. നമ്മൾ ചിത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചിത്രത്തിൽ കേരളത്തിൻ്റെ ഗ്രാമീണ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു കഥയാണ്. അതേപോലെ തന്നെ അതിൻ്റെ സിറ്റുവേഷനും കാര്യങ്ങളും എല്ലാം നമുക്ക് വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണ് സൂ ഫ്രം സോ എന്ന് പറയുന്നത്. ഈ സിനിമയുടെ എന്താണ് പ്രത്യേകത, എന്താണ് ഫീല്, അതൊക്കെയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം സൂ ഫ്രം സോ എന്തിനെക്കുറിച്ചാണ് പറയുന്നത് നോക്കാം. അതായത് 2025 ഈ ആഴ്ച റിലീസ് ചെയ്ത ഈ സിനിമ ഒരു കന്നഡ ചിത്രത്തിൻ്റെ മലയാള റീമേക്കാണ്, എല്ലാവർക്കും അറിയാവുന്നതുപോലെ. പക്ഷേ ഈ സിനിമ കാണുമ്പോൾ നമുക്കൊരു റീമേക്കിൻ്റെ ഫീല് ഒരിക്കലും തോന്നത്തില്ല. കാരണം കേരളത്തിൻ്റെ ഗ്രാമീണ ഭംഗി, ആളുകളുടെ ലാളിത്യം, വേഷവിധാനങ്ങൾ, അങ്ങനത്തെ കുറേ സംവിധാനങ്ങൾ നമ്മൾ കേരളത്തോടുമായിട്ട് വളരെയധികം സിമിലാരിറ്റീസ് തോന്നുന്ന ഒരു ചിത്രമായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണിത്. സിനിമയുടെ സെറ്റിങ് 2024 പറയുന്നത്. പക്ഷേ ഒരു മോഡേൺ ടച്ച് അധികം കാണത്തില്ല. ഉദാഹരണത്തിന് ഇപ്പോൾ ടച്ച് ഫോൺസ് ആണെങ്കിലും അധികം കാണത്തില്ല. കുറച്ച് റൂറൽ ഏരിയയിലുള്ള കുറേ ഗ്രാമീണ ആൾക്കാരുടെ കഥയാണ്. അതേപോലെ തന്നെ അവിടെയുള്ള ആൾക്കാർ ടിപ്പിക്കലായിട്ടുള്ള ആൾക്കാർ, ഇപ്പം പരദൂഷണം പറയുന്ന, അതുപോലെ തന്നെ എല്ലാത്തിനും ഓടി നടക്കുന്ന ഒരു നായകൻ, അങ്ങനത്തെ ചെറിയ ചെറിയ ക്യാരക്ടർ, കുളിക്കുമ്പോൾ ഒളിഞ്ഞു നോക്കുന്ന കുറേ ക്യാരക്ടേഴ്സ്, അങ്ങനെയൊക്കെയുള്ള ഒരു മൂവിയാണ്. ടിപ്പിക്കൽ ഗ്രാമീണ തലത്തോട് പോകുന്ന സാമ്യം തോന്നിക്കുന്ന മൂവിയാണ്. നമ്മുടെ കേരളമായിട്ട് വളരെയധികം ബന്ധം തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഡ്രസ്സിങ് ആണെങ്കിലും ഇപ്പോൾ റിച്വൽസ് ആണെങ്കിലും എല്ലാത്തിലും കേരളത്തുമായിട്ട് വളരെയധികം സാമ്യം നമുക്ക് തോന്നുന്നതുകൊണ്ടാണ് ഈ മൂവി വളരെയധികം കണക്റ്റായിട്ട് തോന്നുന്നത്. അപ്പോൾ എല്ലാവരും പറയുന്ന പോലെ കോമഡിയുടെ കാര്യം ഞാൻ കടക്കാം. അതായത് ഞാൻ തിയേറ്ററിൽ കയറുമ്പോഴത്തേനും എല്ലാവരും പറയുന്നത് പോലെ തന്നെ വളരെയധികം ഒരു കോമഡി ഫെസ്റ്റ് ആയിരിക്കും ഈ മൂവി എന്നൊക്കെയായിരുന്നു ഞാനും പ്രതീക്ഷിച്ചത്, വെട്ടത്തിലേക്ക് പോലെ. പക്ഷേ അങ്ങനെ പറയാനില്ല. ഫസ്റ്റ് ഒരു 30 മിനിറ്റ്സ് ചെറിയ കഥ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന കുറച്ച് സംഭവങ്ങളുണ്ട്. അപ്പോൾ അത് കുറച്ച് ലാഗി ആയിട്ട് ഇങ്ങനെ ഫീൽ ചെയ്യുമെങ്കിലും ചെറിയ ചെറിയ കോമഡീസാണ് ഉള്ളത്. അതായത് ലൈറ്റ് കോമഡി, നമ്മൾ ചെറുതായിട്ട് നമ്മൾ പുഞ്ചിരിക്കുന്ന, പൊട്ടിച്ചിരിക്കുന്ന തരത്തിലുള്ള കോമഡീസും കാര്യങ്ങളൊന്നുമല്ല ഈ സിനിമയിൽ ഭൂരിഭാഗം ഉള്ളത്. ചെറിയ ചെറിയ ഡയലോഗുകളും ചെറിയ ചെറിയ സന്ദർഭങ്ങളിലും കൂടെ പോകുന്ന ചെറിയ ചെറിയ ചിരി പടർത്തുന്ന മൂവിയാണിത്. ഫസ്റ്റ് 30 മിനിറ്റ്സ്. അത് കഴിഞ്ഞിട്ട് പൊട്ടിച്ചിരി പ്രതീക്ഷിച്ച് പോകുന്നവർക്ക് കുറച്ച് എന്തായാലും ഡിസപ്പോയിൻറ്റഡ് ആകും. കാരണം അങ്ങനത്തെ ഭയങ്കര കോമഡി ആയിട്ടുള്ള ഒരു മൂവിയല്ല. ചെറിയ ചെറിയ സിറ്റുവേഷണൽ കോമഡീസും ചെറിയ ഡയലോഗും അങ്ങനത്തെ ചെറിയ ചെറിയ കോമഡീസാണ് മൂവിയിൽ ഫുള്ള് പറയുന്നത്. ഫസ്റ്റ് ഹാഫ് അങ്ങനെ 30 മിനിറ്റ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സിനിമയുടെ കറക്റ്റ് ഫ്ലോയിലോട്ട് കയറുന്നുണ്ട്. അതിനുശേഷം വളരെ എൻഗേജിങ് ആയിട്ട് പോകുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫ് പെട്ടെന്ന് കഴിഞ്ഞ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ആദ്യ പകുതി പഴയൊരു കാലഘട്ടത്തിലെ ഒരു ചിത്രമാണെന്ന് തോന്നിക്കും. പക്ഷേ 2024 കഥയാണ് ഈ സിനിമ പറയുന്നത്. ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് വെച്ച് കഴിഞ്ഞാൽ 2000 കഥയായിരിക്കും. കാരണം അങ്ങനത്തെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിൽ ഫുള്ളായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഹാഫിൽ വരുമ്പോഴത്തേനും ഇമോഷണൽ സീൻസും അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ വളരെ നന്നായിട്ട് തന്നെ എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. ഡയറക്ടർ അത് വളരെ നല്ല രീതിയിൽ തന്നെ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആദ്യ പകുതിയിൽ കോമഡി ഒരു ലൈറ്റ് ടച്ച് ആയിരുന്നെങ്കിൽ രണ്ടാമത്തെ പകുതിയിൽ വളരെ ഇമോഷണലും എൻഗേജിങ്ങുമാണ്. അതേപോലെ തന്നെ ചെറിയ ചെറിയ കോമഡീസ്, അത്യാവശ്യം ചിരിക്കാൻ പറ്റുന്ന നല്ല നല്ല കോമഡീസ് ഉണ്ട്. നമ്മൾ കഥാപാത്രങ്ങളും അവരുടെ ചെറിയ ചെറിയ കാര്യങ്ങളും നമ്മൾ പ്രതീക്ഷിക്കുന്ന, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന എന്താണ് അത് തന്നെ സിനിമയിൽ നിന്ന് ത്രൂ ഔട്ട് തരുന്നുണ്ട്. ഇപ്പോൾ ഒരു പ്രേക്ഷകൻ ഒരു സിനിമ കാണുമ്പോഴത്തേനും അങ്ങനെ ഒന്നായിരുന്നെങ്കിൽ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുമല്ലോ, അത് എക്സൈറ്റ് ആയിട്ട് തന്നെ നമ്മുടെ ഡയറക്ടർ നമുക്ക് തരുന്നുണ്ട്. പിന്നെ നല്ല കഥയുടെ ഒഴുക്കും അതിൻ്റെ ഒരു ഫീലും എല്ലാം വളരെ നന്നായിട്ട് തന്നെ ഡയറക്ടർ നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. ചെറിയൊരു കഥയാണ്, പക്ഷേ വളരെ നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ മ്യൂസിക് പറയുകയാണെങ്കിലും നല്ല രസമുണ്ടായിരുന്നു. ഇതിൽ 2 ഫൈറ്റ് സീൻ വരുന്നുണ്ട്. ആ 2 ഫൈറ്റ് സീനും വളരെ നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. സിനിമാറ്റോഗ്രാഫി ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും ഡയറക്ഷൻ ആണെങ്കിലും എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിട്ടാണ് ഈ മൂവി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആദ്യ പകുതി ഒരു ചെറിയൊരു ശരാശരി പോലെയും, അതുപോലെ തന്നെ
ചെറിയൊരു ലാഗി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും സെക്കൻഡ് ഹാഫിൽ വളരെ നല്ല രീതിയിൽ തന്നെ സാറ്റിസ്ഫൈ ആവുന്ന രീതിയിൽ നമുക്കൊരു നല്ലൊരു സിനിമ കണ്ട് ഇറങ്ങാൻ പറ്റും എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു സിനിമയാണിത്. നമ്മളൊരു മലയാള സിനിമ കാണുന്ന പോലെ തന്നെ നമുക്കിത് ഫീൽ ചെയ്യും. ഈവൻ ദോ ഇറ്റ് ഈസ് ഫ്രം കന്നഡ, നമുക്ക് കന്നഡ ആ ഡബ്ബിങ് വളരെ നന്നായിട്ട് തന്നെ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് അങ്ങനെ തോന്നത്തില്ല കന്നഡയിലെ ഒരു മൂവിയാണെന്ന് തോന്നത്തില്ല. മ്യൂസിക് ആണെങ്കിലും പാട്ടാണെങ്കിലും വളരെ നന്നായിട്ട് തന്നെ മലയാളത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ സിനിമയിൽ കുറ്റം പറയാനായിട്ട് അങ്ങനെ വലുതായിട്ടൊന്നുമില്ല, കാരണം ചികഞ്ഞെടുത്ത് കുറ്റം പറയാനായിട്ട് പറ്റത്തില്ല. തിയേറ്ററിനകത്ത് കുറേ പേര് ചിരിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ചിരിക്കാൻ പറ്റാത്ത ചെറിയ ചെറിയ കോമഡീസൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ കുറേ കണ്ട് മടുത്ത കുറച്ച് കോമഡീസ് ഉണ്ട്. പക്ഷേ ഈവൻ ദോ അങ്ങനെയുള്ള കോമഡീസ് ഉണ്ടെങ്കിലും എൻജോയ് ചെയ്യുന്ന കുറേ പേരുണ്ടായിരുന്നു. അവരെല്ലാവരും ഇങ്ങനെ ചിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ചിരിച്ച 2-3 സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അത് വളരെ നല്ലതായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സിനിമയെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അറിയാണ്ട് ആ സിറ്റുവേഷനിലിരുന്ന് അറിയാണ്ട് ചിരിച്ചു പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ ചിരിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഞാൻ ഫ്രണ്ട്സായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. നമുക്കെല്ലാവർക്കും പോയ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫാമിലി ആയിട്ടും പോകാൻ പറ്റുന്ന നല്ലൊരു മൂവിയാണ്. അങ്ങനെ മോശമായിട്ടുള്ള ഒന്നും തന്നെ ഈ മൂവിയിൽ ഇല്ല. അപ്പോൾ ഒരു 160 രൂപ കൊടുത്ത എല്ലാവർക്കും വെർത്തായിട്ട് കാണാൻ പറ്റുന്ന ഒരു മൂവിയാണ്. താങ്ക് യു.